പേരെന്താ? ഷാൻ. എവിടെ സ്ഥലം? ചെമ്പഴന്തി. ഇപ്പൊ താമസിക്കുന്നത് മണ്ണാമുല. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ IFFK വേദി 29ാമത് IFFK എന്താണ് വരാണ്ടായ കാരണം? എനിക്ക് തിരക്കഥാകൃത്താവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ആക്സിഡന്റ് പറ്റി ഒരു 10 വർഷത്തോളം വീടിനകത്തായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങിയത്. ഇത്തവണത്തെ IFFKയിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയർമാൻ നേരിട്ട് പാസ് തന്നതാണ്. അപ്പൊ ഇതിന് മുൻപ് IFFKക്ക് വന്നിട്ടുണ്ടായിരുന്നു? ആക്സിഡന്റ് പറ്റുന്നതിന് മുൻപ് അങ്ങനെ എന്തെങ്കിലും? ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഇപ്പൊ ഫുൾ ഡേ ഉണ്ടായിരുന്നോ? ഫുൾ ഡേ ആദ്യം മുതൽ. അപ്പൊ എന്തൊക്കെയാണ് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കിട്ടിയത്? ഒരുപാട് സിനിമ കാണാൻ പറ്റി. പിന്നെ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ കാണാനും, കമൽ സാർ, ബിമലൽ സാർ അവരെ അടക്കം ഒരുപാട് പേരെ കാണാൻ പറ്റി. അവരോടൊപ്പം ഫോട്ടോ എടുക്കാൻ പറ്റി. വലിയ സന്തോഷമുണ്ട് അതിൽ. പിന്നെ 1-2 പേരോട് കഥ പറയാൻ ഒരവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര സിനിമ കണ്ടു? എനിക്ക് മെനഞ്ഞാന്ന് മുതലേ സിനിമ കാണാൻ പറ്റിയത്. ഇപ്പം 4 കണ്ടു. ഇന്നലെ 3 സിനിമ. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ കണ്ടതിൽ? എനിക്ക് ടാലന്റിൻ സ്റ്റോറി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കൃഷാന്തേട്ടന്റെ ആർട്ട് ഓഫ് വാർഫെയറും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് വന്നതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ IFFKക്ക് വരണം എന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ തവണയും വരണമെന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവും എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ അതിലോട്ടൊരു വഴി തെളിയും എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കുന്നു. ആരെങ്കിലും കണ്ട് കഥ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് ഓൾ ദി ബെസ്റ്റ്. ഹായ്. അപ്പൊ ഇത് എന്റെ പേര് കിരൺ. സ്ഥലം? മലപ്പുറം. മലപ്പുറത്തടാ? മലപ്പുറത്ത് കറക്റ്റ് ബോർഡർ എന്ന് പറഞ്ഞാൽ വാഴയൂർ സാഫി കോളേജ്. ഓക്കെ, അടിപൊളി. ഞാൻ മലപ്പുറംകാരിയാണ്. ആണോ? എവിടെ സ്ഥലം? പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ. ഞാൻ പോളിയിലാണ് പഠിച്ചത്. ഓക്കെ. അപ്പൊ ഇപ്പൊ 29ാമത് IFFK ആണ്. ഇപ്പൊ ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? അപ്പൊ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് തുടക്കം മുതൽ ഉണ്ടായിരുന്നോ? എന്തൊക്കെ എക്സ്പീരിയൻസ് കിട്ടിയത്? 13 നൈറ്റിനാണ് കോഴിക്കോട് നിന്ന് വരുന്നത്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ അന്ന് നൈറ്റ് എല്ലാവരും കൂടെ കയറിയതാണ് ഇങ്ങോട്ട്. അപ്പോൾ വലിയ ഐഡിയ ഒന്നും ഇല്ലേനും ഇവിടെ എവിടേക്കാണ് തിയേറ്ററുകളെന്ന് പോലും അറിയില്ലേനും. ആദ്യത്തെ 1-2 ദിവസം ഫുള്ള് നടന്നേക്കായിരുന്നു. ബസ്സിൻ്റെ കാര്യം അറിയില്ലായിരുന്നു, കാര്യങ്ങളൊന്നും അറിയില്ലേനും. പിന്നെ ഫസ്റ്റ് ഡേ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായപ്പോൾ അധികം ഫിലിമൊന്നും കാണാൻ പറ്റില്ല. വരിയെന്ന് പലർക്കും ടിക്കറ്റ് ഉണ്ടാകുമ്പോൾ പിന്നെ എല്ലാവരും ചെതറിപ്പോൾ ഒറ്റയ്ക്ക് നടക്കണം. എല്ലാവരും പല വഴിക്കാണ്. തിരുവനന്തപുരം ഇപ്പോൾ കാണാപ്പാടായി. നടന്ന് വഴികളൊക്കെ മനസ്സിലായി. പിന്നെ വലിയ നഷ്ടങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല പടങ്ങൾ കാണാൻ പറ്റി. മലയാള സിനിമകളിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ, ഫെമിനിറ്റി ഫാത്തിമ അങ്ങനത്തെ 1-2 സിനിമകൾ മാത്രമേ ക്വാളിറ്റി ഉള്ളതായിട്ട് കണ്ടുള്ളൂ. ബാക്കിയൊക്കെ IFFK പോലെ ഒരു ഫെസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റിയ പടങ്ങളാണോ എന്ന് പോലും സംശയങ്ങൾ തോന്നി. അത്ര ബോറ് പടങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇൻ്റർനാഷണൽ പടങ്ങൾ അത്യാവശ്യമൊക്കെ കാണാൻ പറ്റി. ടോട്ടൽ 10-15 കണ്ടിട്ടുള്ളൂ. പക്ഷെ കണ്ടതിൽ നഷ്ടമായി തോന്നിയത് മലയാളം കണ്ടത് മാത്രമാണ്. പിന്നെ മൊത്തത്തിൽ ഇവിടെ 5 ദിവസമായിട്ട് ഉണ്ട്. നല്ല അനുഭവം ലൈഫിൽ ഒരിക്കലും. ഇനിയുള്ള IFFKകളും പ്രതീക്ഷിക്കാമോ? ഇനിയുള്ള IFFKകളൊക്കെ വരണം തന്നെയാണ് ആഗ്രഹം. പിന്നെ കോളേജിൽ നിന്നുള്ള ഒരു ഇതുണ്ടാവില്ല. കഴിഞ്ഞ് 3rd ഇയർ ആയി. ഞാൻ ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിക്കുന്നത്. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് വരണം എന്ന് വിചാരിക്കുന്നു. ഒറ്റയ്ക്ക് വരുന്ന തന്നെയാണ് ഇവിടെ. ഇനി വരാനുള്ളവരോട് അത് തന്നെ പറയാനുള്ളൂ. കൂട്ടായിട്ട് വരുന്നേക്കാളും നല്ല ഒറ്റയ്ക്ക് വരുന്നതാണ്. മാക്സിമം ഫിലിംസ് കാണണമെങ്കിൽ ഒറ്റയ്ക്ക് വരുന്ന തന്നെയാണ് നല്ലത്. ഇപ്പോൾ സിനിമകൾക്കപ്പുറം സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുന്നവർ വരുന്നുണ്ട്, പല കാര്യങ്ങൾക്കായി വരുന്നവരുണ്ട്, അങ്ങനെ പല ടൈപ്പ് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഇവിടെ ഒരു തുല്യതയുടെ ഒരു ഇടമായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. കാരണം ഞങ്ങൾ വന്നപ്പോൾ കൂട്ടായിട്ട് വന്നെന്ന് പറഞ്ഞല്ലോ, ഇവിടുന്ന് ഒറ്റയ്ക്കായി പറഞ്ഞു. പക്ഷേ ഇവിടെ ഒറ്റയ്ക്കായിട്ടില്ല. കാരണം ഓരോ തിയേറ്ററിൽ എത്തുമ്പോഴും അവിടുന്ന് പുതിയ ഏതെങ്കിലുമൊക്കെ ജില്ലയിലുള്ള ആരെങ്കിലുമൊക്കെ കാണും. അന്ന് പിന്നെ ഓല കൂടെ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കും. പിറ്റേന്ന് വേറെ ആളായിരിക്കും, ഓൽക്കും വേറെ ആളുകളെ കിട്ടും. ഒരിക്കലും നമ്മളെ കൂടെ ഉള്ളവരെ കൂടെ ആയിരിക്കും നമ്മളിവിടെ നടക്കുക. കാരണം നമ്മൾ ബുക്ക് ചെയ്യുന്ന സിനിമകളും നമുക്ക് കിട്ടുന്ന റിസർവേഷൻസുകളോ വരിക്കുന്നതോ ഒക്കെ സെപ്പറേറ്റ് ആയിരിക്കും. എന്നാലും ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ കൂടെ പടത്തിന് പോയിട്ട് ആൾ കയറിയതിൻ്റെ ഞങ്ങളെ ഫ്രണ്ടിൽ നിന്ന് ഡോർ അടച്ച് ഞങ്ങൾ തൊട്ടപ്പുറത്ത് വേറെ പടത്തിന് പോയി. അങ്ങനെയൊക്കെ ഇങ്ങനെ പല രീതിക്ക് ചെതറി പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒറ്റയ്ക്കാവണില്ല. അതൊരു മെയിൻ കാര്യമാണ്. അവിടുന്ന് ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വഴിയിൽ നിന്നായിട്ട് കിട്ടും. ഓക്കെ. അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ എക്സ്പീരിയൻസ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ കടകൻ മൂവിന്റെ ഡയറക്ടറാണ് സജിൽ മമ്പാട്. അപ്പൊ എന്ത് തോന്നുന്നു? നമ്മുടെ 29ാമത് IFFK ആണ്. സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പൊ എന്താണ് ഈ ഒരു മൊമെന്റിൽ തോന്നുന്നത്? ഇപ്രാവശ്യം IFFI കഴിഞ്ഞ് ഗോവ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ് നേരെ എന്താ പറയുക, കുറച്ച് ദിവസം ബ്രേക്ക് എടുത്ത് നേരെ വരുന്നത് IFFKയിലാണ്. ഒരുപാട് നല്ല സിനിമകളുണ്ട്. അതുപോലെ തന്നെ IFFയിൽ ഉണ്ടായിരുന്ന കുറേ സിനിമകളുണ്ട്. അവിടുന്ന് മിസ്സായ കുറേ സിനിമകളുണ്ട്. ഇപ്പോൾ എൽബോ, ടോക്സിക്, അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പടങ്ങൾ, ഗംഭീര പടങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി കുറവുള്ള പടങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നൊരു പടം ഫെമിനിറ്റി ഫാത്തിമ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം.
എന്താ വൈബാണ്. പക്ഷെ എന്താ വെച്ചാൽ റഷ് ലൈനും ഈ പറയണ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ക്യാൻസൽ ചെയ്ത് വേറെ ആൾ ക്യാൻസൽ ചെയ്ത് കയറാൻ പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആകെ കൂടി അടിപൊളിയാണ്. പിന്നെ കുറേ ഫ്രണ്ട്സ്, നമ്മളെ കണക്ഷൻസ്, ഇതൊക്കെ തന്നെ. രേഷ്മ അടക്കമുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ. അതാണ്. അപ്പൊ ഇപ്പൊ ഈ പടങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചോദിച്ച കുറച്ച് പേരൊക്കെ പലരും പറഞ്ഞൊരു പരാതി പോലെ തോന്നി. മലയാള സിനിമകൾ, അതായത് ഇതിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള മലയാള സിനിമകൾ ചിലത് നിലവാരം കുറഞ്ഞു പോയി ഭയങ്കരമായിട്ട്. അതായത് ബാക്കി ഭാഷകളെ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമയ്ക്കാണ് IFFK സെലക്ഷൻ കിട്ടിയത് നിലവാരം കുറഞ്ഞതായിട്ട് തോന്നിയത്. അങ്ങനെ തോന്നിയായിരുന്നോ? ഞാൻ വളരെ കുറച്ച് സിനിമകളാണ് മലയാള സിനിമ കൂടെ കണ്ടത്. ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അവിടെ നിന്ന് മിസ്സായ പടങ്ങൾ പിന്നെ ഓൾറെഡി ലിസ്റ്റ് ഉണ്ടായിരുന്ന പടങ്ങളാണ്. അപ്പോൾ അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കണ്ടന്റ് വെച്ചിട്ടാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നല്ല പടം, ഞാൻ കണ്ട പടങ്ങളൊക്കെ നല്ല പടങ്ങളായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 1-2 പടങ്ങൾ ഇത്തിരി ലാഗും പരിപാടിയൊക്കെ. പക്ഷെ എന്നാലും ഇവിടെ നമ്മൾ സിനിമ ആസ്വദിക്കേണ്ടി വരില്ലേ, അപ്പം എനിക്കത് അത്ര വിഷയമായിട്ട് തോന്നിയില്ല. നിലവാരക്കുറവൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ചും കൂടി നല്ല സിനിമകൾ ഉണ്ടായിരുന്നില്ലേ. അവർ കുറേ സിനിമകളെ കുറിച്ച് പ്രിവ്യൂ കണ്ടതാണ്. ആ പടങ്ങളൊക്കെ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്നൊക്കെ തോന്നിപ്പോയി. ചിലപ്പോൾ അത്രയും സിനിമകൾ വന്നുകൊണ്ടായിരിക്കാം. അപ്പോ ഇനി അടുത്ത IFFK ഇതുപോലെ കണ്ടുമുട്ടുന്നു എനിക്ക് ഉറപ്പുണ്ട്. കാരണം അങ്ങനത്തെ ഒരു കണക്ഷൻസ് ആണല്ലോ നമ്മളൊക്കെ തമ്മിൽ. അപ്പൊ എന്തായാലും ഇനി സിനിമ കാണാൻ പോവല്ലേ? അതെ, ഇനിയിപ്പോ ഒരു പടം ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് റിസർവ് ചെയ്താൽ പോലും, അതാണ് ഏറ്റവും വലിയ വിഷയം. റിസർവ് ചെയ്താൽ പോലും എത്രയോ ക്യൂ അങ്ങ് തലക്ക് വരെ നിൽക്കണം. അപ്പം അങ്ങനത്തെ കുറെ ഇഷ്യൂസ്. കുറച്ച് വൈബ് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്. അതെ അതെ, ഒരുപാട് ആളുകളില്ല. സ്ഥിരമായിട്ട് IFFI കണ്ടിരുന്ന കുറെ ആളുകൾ, IFFK കണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്നും പ്രാവശ്യമില്ല. അതെന്താണെന്നറിയില്ല. മൊത്തത്തിലൊരു ചെറിയൊരു അനക്കക്കുറവുള്ള പോലെ. പക്ഷെ എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ പോകണം. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത IFFK ഇതിലും അടിപൊളിയാവട്ടെ അല്ലേ? അതെ, അടിപൊളിയാവട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പുതിയ പടങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കാം. പുതിയ പ്രൊജക്ട് എന്തെങ്കിലും ഓണായോ? ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, എപ്പോ ഓണാവും? അത് അറിയില്ല, നമുക്ക് നോക്കാം. അപ്ഡേഷൻ ആയിട്ടില്ല. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഹായ്. അപ്പൊ വീണ്ടും നമ്മളിത് IFFK കണ്ടുമുട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തിന് ശേഷം. അപ്പൊ എന്താണ് ഇത്തവണത്തെ IFFK സ്പെഷ്യലായി തോന്നുന്നത്? കുറച്ചുകൂടി എന്താ പറയാ, സിനിമേനെ അറിയാന്ന് വെച്ച് വന്നതാണ്. കൊച്ചുള്ളതുകൊണ്ട് കയറാൻ പറ്റില്ല. അതിന്റെ വിഷമം നല്ലോണം ഉണ്ട്. പോരാത്തതിന് പണ്ടുണ്ടായിരുന്ന ഒരു സർക്കിൾ ബ്രേക്ക് ആയി പോയി. കാരണം എല്ലാവരും ഓരോരോ പ്രശ്നങ്ങൾ കാരണം എന്താ പറയാ മാറി നിന്ന് സൗഹൃദമാണല്ലോ മെയിനായിട്ട്. കാരണം ഞാൻ 6 വർഷമായിട്ട് ഇവിടെ വരുന്ന ആളാണ്. ഈ 6 വർഷവും ഇവിടെ ഓൺ ഡ്യൂട്ടി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എല്ലാരെയും കാണാനൊരു ഏരിയയാണിത്. അപ്പൊ അവിടെ വരുമ്പോ കുറച്ചാൾക്കാരില്ല, കുറച്ചാൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോ ചെറിയൊരു ശോകമുണ്ട്. അല്ലാത്ത അതർവൈസ് ഇപ്രാവശ്യം കുറച്ച് എന്താ പറയുക സ്റ്റാൻഡേർഡ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ അലമ്പൊന്നുമില്ല. മീൻസ് നമുക്ക് എല്ലാവർക്കും കൊച്ചുങ്ങളെ കൊണ്ടാണെങ്കിലും വരാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഇപ്രാവശ്യം ഉണ്ട്. ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് അതാണ്. കാരണം കുഞ്ഞുമക്കളെ കൊണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് മദർ ഫ്രണ്ട്ലി ആയിട്ടൊരു IFFK കൂടിയാണ് ഇപ്രാവശ്യത്തത്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് കുഞ്ഞു പിള്ളേരെ കൊണ്ട് വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോള് വലിയ അലമ്പില്ല. പക്ഷെ എത്ര അലമ്പുള്ള പിള്ളേരാണെങ്കിലും അവർ ഈ പറഞ്ഞവർ അവരെ വൈബിൽ അങ്ങനെ നടന്നോളുന്നു. അങ്ങനെ മൊത്തത്തിലൊരു കളർഫുൾ ആണ് ഇപ്രാവശ്യം. പിന്നെ എല്ലാവർക്കും അറിയാം. കാരണം ആ ഒരൊറ്റ വീഡിയോ എല്ലാവരും മറന്നിട്ടുണ്ടാവില്ല ഇപ്പോഴും. അതെ, ആ നെഞ്ചോട് ചേർത്തിട്ടുള്ള ജോയിച്ചേട്ടൻ ഷെയർ ചെയ്ത വീഡിയോ. അപ്പൊ അതിലും അത്ര ക്യൂട്ടായിട്ടാണ് പോകുന്നത്. ഇവിടെ ക്യൂട്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അലമ്പും ആളെ കൊണ്ടില്ല. അതാ പറഞ്ഞത്. അപ്പൊ കിഡ്സ് ഫ്രണ്ട്ലി ആണെങ്കിലും പ്രത്യേകിച്ച് മദർ ഫ്രണ്ട്ലി ആണ് ഇപ്രാവശ്യത്തത്. കാരണം കുറച്ചും കൂടി ആൾക്കാർക്ക് സിനിമ കാണാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അത് നല്ല വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു വർഷം ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ട് ഒരു ദിവസം വരാൻ പറ്റുള്ളൂ. ചെറിയ മോളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 1 വയസ്സായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്ക് വലിയ ഡിസ്കംഫോർട്ട് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. സ്ഥിരമായി കാണുന്ന മുഖങ്ങൾ ഇവിടെ കാണാത്ത ഇവിടെ തോന്നുന്നുണ്ടോ? ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതേ ഒരു സർക്കിൾ ഓഫ് ആൾക്കാരുണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു. അവരെ ഇപ്പൊ ഇല്ല. ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ കാരണം എല്ലാവരും വിളിച്ചപ്പോഴും ചിലർക്ക് ലീവില്ല, ചിലർക്ക് എക്സാം ആണ്. കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. കുട്ടിയുടെ പഠിത്തം നോക്കിയാൽ മതി. അപ്പൊ അവര് ഓരോരോ കാര്യങ്ങളായിട്ട് മാറി നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ പറ്റുമെങ്കിൽ നമ്മുടെ പഴയ വൈബൊന്നും ഇല്ല. കാരണം പാട്ടും ബഹളമൊക്കെ ആയിട്ട് നേരെ ക്ലിയർ ആണ് ഇവിടേക്ക് ഈ ഏരിയക്ക്. അല്ലെങ്കിൽ ഈ ഏരിയ ഒക്കെ ഫുള്ള് നമ്മള് മൊത്തം ഏരിയയും നമ്മള് ഈ പറഞ്ഞ ഒരു പാട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു പാട്ട് വെച്ചിട്ട് നമ്മളെല്ലാരും ഇരിക്കണതാ. ആ ഒരു വൈബൊന്നും ഇല്ല. ഏറ്റവും കൂടുതൽ വൈബ് ഉണ്ട് അവിടെ സ്റ്റെപ്പ് പോലെ. അതെ അതെ, അനാഥായിട്ടിരിക്കണം. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരില്ലാത്ത തന്നെയാണ് കുറവാണ്. അതെ അതെ. അപ്പൊ എന്തായാലും ഇനി അടുത്ത IFFK വേദിയിൽ വീണ്ടും നമുക്ക് അതെ കാണാം. ഉറപ്പായിട്ടും. എന്തായാലും താങ്ക് യു. അപ്പൊ ഈ ഒരാഴ്ചത്തെ മാമാങ്കം തന്നെ പറയാം, ഉത്സവമാണ്, സിനിമകളുടെ ഉത്സവം.
അപ്പൊ ഈ ഒരു വേളയിൽ സിനിമകൾ ഇഷ്ടപ്പെടുന്ന, സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന, സിനിമാ മേഖലയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പുതുതലമുറയായാലും അല്ലെങ്കിൽ പ്രായമായവരായാലും ഒരു പ്രായഭേദമന്യേ എല്ലാവരും എത്തിച്ചേരുന്ന ഈ ഇടത്തില് സിനിമകളെ കുറിച്ച് അവർക്ക് ഒത്തിരി പറയാനുണ്ട്. അതെല്ലാം നമ്മൾ കേട്ടത്. അപ്പൊ ഈ ഒരു ആഘോഷം ഇതുപോലെ ഇനി അടുത്ത കൊല്ലവും തുടരട്ടെ. അപ്പൊ എന്തായാലും ഒത്തിരി നമ്മുടെ കൂടെ ഈ അഭിപ്രായങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച് ഇവർക്ക് എല്ലാവർക്കും ഇവരുടെയൊക്കെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ. എന്തായാലും താങ്ക് യു, ബൈ ബൈ.